ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പൊ ഇന്നൊരു ഏലിയൻ കുർത്തി ആയാലോ അല്ലേ? ഏലിയൻ കുർത്തിയുടെ കൂടെ കോളർ നെക്കും വിത്ത് വി നെക്കാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല ഭംഗിയോട് കൂടി ഏലൈനും അതുപോലെ തന്നെ കോളർ നെക്കും ഫ്രണ്ട് ഇതുപോലെ ഒരു വിയും കൊടുത്ത് നല്ല പെർഫെക്റ്റോട് കൂടിയ നെക്കാണേ. ഏലിയൻ കുർത്തി ആണെങ്കിലും ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കെട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ഇതൊരു കോട്ടൺ കുർത്തിയല്ലേ, അപ്പൊ കോട്ടന്റെ കൂടെ അത് ഭംഗിയായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളപ്പോ ഇതുപോലെ കെട്ടി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കെട്ട് വേണ്ട. അതുപോലെ നമ്മുടെ കഴുത്തിന്റെ കറക്റ്റ് അളവിന് ചേരുന്ന രീതിക്ക് ഇതുപോലെ ഒരു കോളർ നെക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്കൊന്ന് കാണണ്ടേ. അതിനുവേണ്ടി ഞാനൊരു 2 മീറ്റർ ക്ലോത്ത് എടുത്ത് നാലായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്ത്. ഇപ്പൊ ഏലിയൻ കുർത്തിയാകുമ്പോൾ നമുക്ക് ഇതുപോലല്ലേ വരുന്നത്, താഴ്ഭാഗത്ത് വീതി കൂടി വരും. അതുകൊണ്ട് ഞാൻ ഫുൾ വീതിയും ഇവിടെ എടുത്തിട്ടുണ്ട്. ഫുൾ വീതിയിലാണ് ഇവിടെ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഏലിയൻ വിത്ത് റൗണ്ട് കോളർ ചെയ്യാൻ വേണ്ടി ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഇപ്പൊ ചെയ്യുന്നത്. അതുപോലെ അടുത്ത് നമുക്ക് ലെങ്ത് ഇവിടെ എനിക്ക് 43.5 ഇഞ്ച്. ലെങ്ത് ഭാഗവും ഫോൾഡ് ചെയ്ത് ഷോൾഡർ ഭാഗത്ത് തയ്യൽത്തുമ്പോൾ അവിടെയും പോയി കഴിഞ്ഞാൽ നമുക്കൊരു 42 ഇഞ്ച് കിട്ടും. അത് മതി ധാരാളം എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 മീറ്റർ ക്ലോത്തിൽ ചെയ്യുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ഇവിടെ കോളർ നെക്കായ കാരണം 7.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നെക്കിന്റെ വൈഡ് 3 ഇഞ്ചും മാർക്ക് ചെയ്ത് ഇനി ഡീപ്പ് മാർക്ക് ചെയ്യണം. ഫ്രണ്ട് നെക്കിന്റെ ഡീപ്പ് 4 ഇഞ്ച്, അതും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്ക്വയർ ആക്കി കൊടുത്ത ശേഷം ബാക്ക് നെക്ക് മാർക്ക് ചെയ്യണം. ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ഇഞ്ച് മാത്രമേ ഇവിടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് ഒത്തിരി ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള കോളർ നെക്ക് ഇഷ്ടമല്ല. കഴുത്തിനോട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന കോളർ നെക്കാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് കൊടുക്കുന്നേ ഉള്ളൂ. അതുപോയിട്ട് ആം ഹോള് ഞാനിവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ മേളിലൊരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ്. കോളറിന് നിർബന്ധമായിട്ട് ഈ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അത് ഇതുപോലെ നെക്കിന്റെ വൈഡ് മാർക്ക് ചെയ്ത പോയിന്റിലോട്ടൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആം ഹോൾ ടു ആം ഹോള് 10 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അതും ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ഇതുപോലെ ക്ലിയർ ആയിട്ട് വരച്ചു കൊടുക്കുവാണേ. ബാക്ക് നെക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഒത്തിരി കുഴിച്ച് റൗണ്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത ശേഷം ആം ഹോള് 7.5 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് പോയ ശേഷം അതിന്റെ ഹാഫ് 7ന്റെ ഹാഫ് വരുമ്പോ 3.5. ഈ കോണിൽ നിന്ന് 1 ഇഞ്ച് കയറ്റി 3.5 ഈ 10 ഇഞ്ചിന്റെ പോയിന്റിലോട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്ത ശേഷം ആം ഹോൾ ടു ആം ഹോൾ 10 ഇഞ്ച് അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ യോക്ക് ഏരിയ ലെങ്ത് 14 അവിടെ മാർക്ക് ചെയ്ത ശേഷം അവിടെ വൈഡ്, യോക്ക് ഏരിയയുടെ വൈഡ് ഞാൻ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ലൈൻ ആയ കാരണം അവിടെ ഇച്ചിരി ലൂസ് കൊടുക്കുന്നുണ്ട് ഞാൻ. കാരണം ലാസ്റ്റ് ഒരു കെട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അത് കാരണം ഒത്തിരി ഫിറ്റ് ആയിപ്പോയ ഭംഗി വരത്തില്ല. അവിടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ് കയറ്റി മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. ഇനി ലൈൻ ചെയ്യാൻ വേണ്ടി താഴോട്ട് വരച്ചു കൊടുക്കണം. അത് സിമ്പിൾ ആണ്. നമുക്ക് സ്ലിറ്റ് ഉള്ളതാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. ലൈൻ ഭയങ്കര സിമ്പിൾ ആണ്. അതുപോലെ താഴ്ഭാഗത്ത് ലെങ്തിന്റെ ഭാഗത്തുനിന്ന് ഞാൻ 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ ഇതുപോലെ ഒന്ന് ഫുൾ ലെങ്തിലൊന്ന് വളച്ച് ഈ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വിടാം. അതല്ല എന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗം ഒന്ന് ഇറങ്ങി വരും താഴോട്ട്. അത് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. യോക്ക് ഏരിയ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴോട്ടൊന്ന് മാർക്ക് ചെയ്യണം. യോക്ക് ഏരിയയുടെ അവിടെ 9 ഇഞ്ച് വൈഡ് മാർക്ക് ചെയ്തല്ലോ, ആ പോയിന്റിൽ നിന്ന് ഏറ്റവും താഴോട്ട് നമ്മൾ ഈ 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തല്ലോ, ഇവിടെ 1 ഇഞ്ച് മാറ്റിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. 1 ഇഞ്ച് നമുക്ക് ഈ എൻഡ് ഭാഗത്ത് തയ്യൽ തുമ്പിന് വേണം. ഇനിയിപ്പോ 2 ഇഞ്ചാണല്ലോ യോക്ക് ഏരിയയുടെ അവിടെ കൂടുതൽ തയ്യൽ തുമ്പ് വിട്ടത്. ആ പോയിന്റിൽ നിന്ന് ഏറ്റവും താഴെ നമ്മൾ 1 ഇഞ്ച് മാറ്റി വിട്ടിട്ടുണ്ടല്ലോ, ആ പോയിന്റിലോട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കണം. ഇത് കണ്ടോ, 1 ഇഞ്ച് മാത്രം മതി നമുക്ക് താഴെ. കാര്യം മേളിലോട്ട് നമുക്ക് പിന്നെ ഒരു പക്ഷെ ലൂസ് ആക്കണമെങ്കിൽ 2 ഇഞ്ച് വേണം. അതിനാണ് ഈ മേൽഭാഗത്ത് 2 ഇഞ്ച് വിടുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഞാൻ ആം ഹോളിൽ നിന്ന് ഇതുപോലെ മേളിൽ നിന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുവാണേ. ഇത്രയേ ഉള്ളൂ ലൈന്റെ കട്ടിങ്. കണ്ടില്ലേ, ഇത്ര സിമ്പിൾ അല്ലേ? നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ലൈന്റെ ഇതുപോലെ ബോഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണ്ടേ? നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഞാനിവിടെ ഈ ബാക്ക് പാർട്ട്
ഫ്രണ്ട് പാർട്ടും ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. ആ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് അതും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇനിയിപ്പോ നമുക്ക് ബാക്ക് പാർട്ട് അകത്തുനിന്ന് ഇതുപോലെ ഒന്ന് മാറ്റിയ ശേഷം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം. ഇതിന്റെ നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആം ഹോൾ ഒന്നുകൂടെ കുഴിച്ചു കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് ആം ഹോൾ ഒന്നുകൂടെ ഇതുപോലെ ഞാൻ കുഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഇവിടെ നല്ല ചൂടായ കാരണം ഞാൻ വലിയ സ്ലീവ് കൊടുക്കുന്നില്ല. ഒരു ചെറിയ സ്ലീവിന് വേണ്ടി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് സ്ലീവ് കട്ട് ചെയ്തതുപോലെ ലെങ്ത് പീസ് കട്ട് ചെയ്ത് എടുത്ത ശേഷം കുഞ്ഞു കുഞ്ഞു ചുരുക്കം എടുത്ത് ആ സ്ലീവാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സ്ലീവ് അതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്ക്വയർ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വീനക്ക് ചെയ്യണ്ടേ കോളറിന്റെ, അതിനുവേണ്ടി ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴോട്ട് ഞാനൊരു 3 ഇഞ്ചോ 3.5 ഇഞ്ചോ കൊടുക്കാം. നമുക്ക് അതൊന്ന് ഇതുപോലെ ചേർത്ത് വരച്ചു കൊടുക്കുന്നുണ്ടേ. നമ്മൾ നേരത്തെ ബോഡി പാർട്ടിൽ 4 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്ത് ഇതൊരു 3 ഇഞ്ച് കൂടെ ആകുമ്പോൾ 7 ഇഞ്ച് ആവും നമ്മുടെ നെക്കിന്റെ ലെങ്ത്. എന്നാലും കോളർ ആകുമ്പോൾ ചിലർക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടി ചെയ്യാം. ഇപ്പൊ ഈ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ആ പോയിന്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഈ താഴ്ഭാഗത്ത് മാർക്ക് ചെയ്ത് അതും ഒന്ന് ചേർത്ത് വരച്ചെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് വി ഷേപ്പിന് കട്ട് ചെയ്തെടുക്കണം. ഇതിനെ റൗണ്ട് കോളറിന് താഴെ വി വരാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് മാറ്റി ഇനി പകവശം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വി കിട്ടും. ഒന്ന് നിവർത്തി എടുക്കുമ്പോൾ കണ്ടില്ലേ കറക്റ്റ് വി ഷേപ്പായി. ഇതിനെ നമ്മുടെ ക്ലോത്തിന്റെ ഒന്ന് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്ത് ഇതിലോട്ടൊന്ന് അയൺ ചെയ്യേണ്ടതുണ്ടേ. നല്ല വശത്ത് വെച്ച് അയൺ ചെയ്യാൻ പാടില്ല, അകവശത്ത് വെച്ച് അയൺ ചെയ്യണം. അതുപോലെ ഈ വിയേക്കാളും വലിയ പീസായിരിക്കണം ഈ സ്ക്വയർ പീസ്. ഇതുപോലെ നല്ലപോലെ ഒന്ന് വെച്ച് അയൺ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ അയൺ ചെയ്യണം. ഇതുപോലെ കയറ്റി കറക്റ്റ് ആ ക്ലോത്തോട് ചേർത്ത് മേൽവശം കണ്ടില്ലേ, രണ്ടും ഒപ്പത്തിനൊപ്പം ഇതുപോലെ അയൺ ചെയ്തെടുത്ത് ഇനിയിപ്പോ ഈ നെക്ക് റൗണ്ടിന്റെ സെന്റർ ഭാഗവും ഇതിന്റെ സെന്റർ ഭാഗവും തമ്മിൽ ചേർത്തൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. കാരണം തെന്നി മാറാതെ ഇവിടെ ഒന്ന് പിൻ ചെയ്ത ശേഷം ഇതുപോലെ ഈ വീയുടെ അകവശത്ത് നമുക്ക് അതേ ഷേപ്പിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിഫിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, ആ ക്ലോത്ത് ചേർത്ത് സ്റ്റിഫും ആ ക്ലോത്തുമായിട്ട് അത് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അകവശത്ത് നിൽക്കുന്ന ഈ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്യുമ്പോൾ സ്റ്റിഫിലോ സ്റ്റിച്ചിലോ പെടാതെ കട്ട് ചെയ്യണം. ഇനിയിപ്പോ എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ, അതിനൊന്ന് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് മാറ്റി കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കാരണം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിഫിന്റെ പുറത്തൂടെ ഇതുപോലെ ഒന്ന് വെച്ച് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴല്ലേ അകവശവും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഈ വീനെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തത്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് അകവശത്തായിക്കോളും. നല്ല വശം ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ നെക്കാണ് ഉദ്ദേശിച്ചത്, അത് ഈ വിയേക്കാളും താഴോട്ട് ഓപ്പൺ വേണമെന്ന് കമന്റ് ചെയ്ത ആളെന്ന് റിപ്ലൈ തരണേ. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡറുകൾ തമ്മിലൊന്ന് കൂട്ടി അടിച്ചു കൊടുത്താൽ മതി. 2 സൈഡും ഷോൾഡർ തമ്മിലൊന്ന് ചേർത്ത് അടിച്ചെടുക്കാം. ഇപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും നമ്മുടെ നെക്ക്. ഇനിയാണ് നമുക്ക് കോളർ ചെയ്യേണ്ടത്. കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫുൾ റൗണ്ട് എത്രയാണോ ഇതിന്റെ ലെങ്ത് എന്നറിയാൻ വേണ്ടി ഈ എൻഡ് തൊട്ട് ഇപ്പുറത്തെ എൻഡ് വരെ നമുക്ക് എത്ര ഉണ്ടെന്ന് അളന്നെടുക്കണം. ഇഞ്ച് ടേപ്പ് ഇതുപോലെ ഒന്ന് പിടിച്ച് നമുക്ക് ഫുൾ റൗണ്ട് അധികം വലിക്കാൻ പാടില്ല, എന്നാൽ ലൂസ് വിടാനും പാടില്ല. കറക്റ്റ് ലെവലൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ എനിക്കിവിടെ 17.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ 17.5 ഇഞ്ചാണ് നമ്മുടെ കോളറിന്റെ ഫുൾ ലെങ്ത്. അപ്പൊ ഇതിന്റെ ഹാഫ് കാണണം. ഹാഫ് കാണുമ്പോൾ 8.25 ഇഞ്ച് കിട്ടും. അപ്പൊ ഇതുപോലൊരു സ്റ്റിഫ് നീളത്തിന് എടുത്തിട്ട് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുവാണ്. കാരണം നമ്മളിപ്പോ ഹാഫ് ആണല്ലോ കോളറിന്റെ ലെങ്ത് എടുത്തത് 8.25. ഇനിയിപ്പോ 1 ഇഞ്ച് വെച്ച് ഞാനിവിടെ ഒരു മാർജിൻ കൊടുക്കുവാണ്. അതിനൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇതുപോലെ വെറുതെ ഒരു ഇഞ്ച് മാർജിൻ വിടുവാണ്. ഇനിയാണ് നമുക്ക് കോളർ 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വൈഡാണ് ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി ലെങ്ത് ഒരു 6 ഇഞ്ച്. എല്ലാവർക്കും ഇതേ അളവിന് മതി കേട്ടോ. ഈ കോളർ ഇതേ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഇതേ അളവ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിനൊരു സ്ക്വയർ ആക്കി. ഈ സ്ക്വയറിനകത്താണ് നമുക്കിനി കോളറിന്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്യാനുള്ളത്. ഈ മാർജിൻ വിട്ടതിനകത്ത് ഒന്നും മാർക്ക് ചെയ്യേണ്ടതില്ല. ഇനിയിപ്പോ നമ്മൾ ഈ സ്ക്വയർ മാർക്ക് ചെയ്തല്ലോ, അതിന് നെക്കിന്റെ ഷേപ്പ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ സ്ക്വയറിന്റെ പുറത്ത് നമുക്ക് കോളറിന് എത്ര വീതി വേണം, ഞാനിവിടെ 1 ഇഞ്ചാണ് വിടുന്നത്. ഈ റൗണ്ട് കൊടുത്തല്ലോ,
അതുപോലെ തന്നെ ആ ഷേപ്പിന് തന്നെയാണ് നമ്മൾ ഈ 1 ഇഞ്ച് വീതി കൊടുത്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ കോളർ. ഞാനിപ്പോ 1 ഇഞ്ച് കൊടുത്ത് നിങ്ങൾക്ക് 1/4 ഇഞ്ചോ 1.5 ഇഞ്ചോ എങ്ങനെ വേണമെങ്കിലും വീതി കൊടുക്കാം. നമുക്കിപ്പോ ഹാഫായിട്ട് നോക്കുമ്പോൾ 8.25 കോളറിന് വന്ന ആ 8.25 ഈ പുറത്തൂടെ മാർക്ക് ചെയ്ത റൗണ്ടിൽ ഇഞ്ച് ടേപ്പ് വെച്ച് കറക്റ്റ് ലെവലിൽ പിടിച്ച് ഇതുപോലെ ഒന്ന് ഈ 8.25 വരുമ്പോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഈ അളവ് കറക്റ്റ് ആയിരിക്കും. കാരണം ചെറിയ വേരിയേഷൻ വന്നാലും ഇതേ അളവിന് കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേ മെത്തേഡിൽ ചെയ്താലേ എങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കോളറിന്റെ എൻഡ് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ലൈൻ വേണമെങ്കിലും ഇതുപോലെ അകത്തോട്ടൊന്ന് ചെറുതായിട്ട് ചെരിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു റൗണ്ട് അകത്തോട്ടാണ് കൊടുക്കുന്നത്, മാർജിന്റെ ഭാഗത്തോട്ട് കൊടുക്കരുത്. കണ്ടല്ലേ, ഇതുപോലെ കൊടുക്കണം. ഇനി നമുക്ക് ഷേപ്പിന് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ മാർക്ക് ചെയ്തെടുത്ത് ഈ 2 റൗണ്ടിലല്ലേ കോളർ ഉള്ളത്, അതിന് ഇതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ഈ കട്ട് ചെയ്യുന്ന ഭാഗമാണ് നെക്കിന് മേൽഭാഗം വരുന്നത്. ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം ഈ താഴത്തെ ഭാഗമാണ്. ഇനി ഇതിനൊന്ന് നിവർത്തിയെടുക്കണം. നിവർത്തിയെടുക്കുമ്പോൾ നമ്മുടെ കോളറിന്റെ ഫുൾ ലെങ്ത് ഇവിടെ കിട്ടും. ഇനി നമുക്ക് ഈ സ്റ്റിഫിനെക്കാളും ലെങ്ത് ഉള്ള ഒരു കട്ട് പീസ് എടുക്കാം. അതിലോട്ട് ഇതിനൊന്ന് അയൺ ചെയ്യണം. അപ്പൊ സ്റ്റിഫിന് അകവശം ഒരു ഷൈനിങ് ഉള്ള വശമാണ്, അത് ക്ലോത്തിനോട് ചേർത്ത് വെച്ചാണ് അയൺ ചെയ്യാനുള്ളത്. അപ്പോഴേ നല്ലപോലെ ക്ലോത്തിലോട്ട് ഇത് ഫിക്സ് ആവുള്ളൂ. നല്ല ചൂടായ ശേഷം നല്ലപോലെ അയൺ ചെയ്തെടുക്കണം. അതുപോലെ ക്ലോത്തിന്റെ നല്ല വശത്തല്ല അയൺ ചെയ്യേണ്ടത്, അകവശത്താണ് ഈ സ്റ്റിഫ് അയൺ ചെയ്തെടുക്കേണ്ടത്. ഫസ്റ്റ് എടുത്ത പോലെ തന്നെ ഒരു കട്ട് പീസ് ഒന്നുകൂടെ എടുത്ത് ഇതിന്റെ അടിയിലോട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച ശേഷം ഈ കോളറിന്റെ ഈ ഭാഗത്ത് നിന്ന് ഇതുപോലെ സൈഡിലൂടെ സ്റ്റിഫിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ എൻഡ് വരെ സ്റ്റിഫിനകത്ത് കയറി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഈ വളച്ച് മാർക്ക് ചെയ്ത ഈ പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ 2 ക്ലോത്തും ചേർത്ത് ഈ സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലെ കിട്ടും. ഇനിയിപ്പോ ഈ റൗണ്ട് ചെയ്തതിന്റെ എൻഡിലൂടെ ഒരു 1/4 ഇഞ്ച് മാറ്റി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ബാലൻസ് ഇരിക്കുന്ന ക്ലോത്തിനെ മാറ്റാം. ഫുള്ള് കട്ട് ചെയ്ത് ഈ കോളറിന്റെ ഈ എൻഡ് വരെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇതുപോലെ വളച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കണം, കാരണം നമുക്ക് തിരിച്ചെടുക്കാനുള്ളതല്ലേ. ഇനിയിപ്പോ അതുപോലെ വെച്ച് തന്നെ ഒരു 1/2 ഇഞ്ച് മാറ്റി 2 ക്ലോത്തും ഇതുപോലെ ഒന്നിച്ച് പിടിച്ച് അതും കട്ട് ചെയ്ത് മാറ്റാം. കണ്ട, ഇത്രയേ ഉള്ളൂ കോളറിന്റെ പണി. ഇനി നമുക്കിതിനെ നമ്മുടെ ബോഡി പാർട്ടിനോട്ട് വെച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. സ്റ്റിഫ് അല്ലാത്ത വശത്ത് സ്റ്റിഫിന്റെ കണക്കിന് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് മാറ്റി കട്ട് ചെയ്തതല്ലേ, അപ്പൊ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആവും. ഇനി സ്റ്റിഫ് അകത്താക്കി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. ഈ കോണെല്ലാം നല്ലപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ബോഡി പാർട്ട് ഇട്ട് കോളർ സ്റ്റിച്ച് ചെയ്യണ്ടേ. അതിനു വേണ്ടി ഞാൻ ഈ ബാക്ക് നെക്ക് അതിന്റെ സെന്റർ പിടിച്ചിട്ട് ഈ സെന്റർ പോർഷനിൽ നിന്നാണ് ഞാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോളറിന്റെയും ഹാഫ് ഏരിയയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കണം. മെയിൻ ക്ലോത്തിനകത്താണ്, സ്റ്റിഫ് അല്ലാത്ത സൈഡാണ് ഞാനിപ്പോ ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് എത്തുമ്പോൾ തിരിച്ച് ഇപ്പുറത്തെ എൻഡ് വരെ അങ്ങനെ ഫുൾ റൗണ്ട് നമുക്ക് ഈ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുൾ റൗണ്ട് ആകുമ്പോൾ നമുക്ക് ഇനിയിപ്പോ സ്റ്റിഫ് ഉള്ള ഏരിയ ഇതുപോലെ ഒന്ന് മറിച്ച് നമ്മുടെ ബോഡി പാർട്ടിന്റെ പുറത്ത് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫുൾ റൗണ്ടും ഇതിനെ ഇതുപോലെ തയ്യൽ തുമ്പ് അകത്തോട്ട് പിടിച്ച് കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ഈ എൻഡ് വരെയും ഇതുപോലെ അകത്ത് പിടിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. തയ്യൽ തുമ്പൊന്ന് വെളിയിൽ കാണാതെ അകത്തോട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ നെക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും. നേരത്തെ ഞാൻ കട്ട് ചെയ്ത സ്ലീവ് അതും കൂടെ ഇതിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചുരുക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോ സ്ലീവിന്റെ വണ്ണം മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നമുക്ക് ബോഡി പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ബോഡി നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ പുറത്തൂടെ ഒന്ന് താഴെ അറ്റം വരെ ഒന്ന് അടിച്ചു വിട്ടാൽ മതി. 2 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി. അതുപോലെ ലെങ്ത് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ലെങ്ത് ഭാഗത്തൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത ആ പോയിന്റ് വരുമല്ലോ, അവിടെ ഒരു വി കട്ട് പോലെ ഒരു കട്ട് കൊടുത്ത് ഫുൾ റൗണ്ട് അങ്ങ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനൊരു ഡോരി കൂടെ കെട്ടിനായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പൊ അത് ഫുള്ളായിട്ട് കാണിക്കുമ്പോൾ വീഡിയോ ലെങ്തി ആയി പോകുന്നത് ഞാൻ കാണിക്കുന്നില്ല. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.